മദ്യത്തിൻ്റെ ലഭ്യത ഘട്ടം ഘട്ടമായി കുറച്ചുകൊണ്ടുവന്ന് ഒരു മദ്യവർജനത്തിന് വേണ്ടി പ്രാധാന്യം കൊടുക്കുമെന്ന് പ്രകടന പത്രികയിൽ പ്രഖ്യാപിച്ചിരുന്നത്. എന്നാൽ അതിന് ഘടകവിരുദ്ധമായി അന്ന് ഇടതുപക്ഷ മുന്നണി അധികാരത്തിൽ വരുമ്പോൾ ഈ സംസ്ഥാനത്ത് 29 ബാറുകളാണ് പ്രവർത്തിച്ചിരുന്നത്. ഇന്ന് ആ ബാറുകളുടെ എണ്ണം ക്രമാതീതമായി വർദ്ധിച്ച് 800 കഴിഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ മദ്യമാഫിയകളുടെ താൽപ്പര്യം സംരക്ഷിക്കുന്നതിന് വേണ്ടി തെരഞ്ഞെടുപ്പ് ഫണ്ടിലേക്ക് പണം സമാഹരിക്കുന്നതിന് വേണ്ടി ബാറുകളുടെ സമയപരിധി ഇപ്പോൾ വർദ്ധിപ്പിച്ചു കൊടുക്കാനുള്ള ഒരു നീക്കം കഴിഞ്ഞ ദിവസം ഉണ്ടായി. ഇത് ഞങ്ങളുടെ ഈ കർഷകരുടെ ഭാഷയിൽ പറഞ്ഞാൽ റബ്ബറിന് സ്ലോട്ടർ ടാപ്പിംഗ് എന്നൊരു പദപ്രയോഗമുണ്ട്. അതായത് കടുംപട്ട്, ഒരു റബ്ബറിൻ്റെ അതിൻ്റെ ഒരു കാലാവധി പൂർത്തീകരിച്ച് കഴിയുമ്പോൾ അതിലെ കറ മുഴുവൻ ഊറ്റിയെടുക്കുന്ന ഒരു പ്രക്രിയയാണ് കടുംപട്ട്, സ്ലോട്ടർ ടാപ്പിംഗ്. അതേപോലെയാണ് ഈ ഗവൺമെൻറ്റിൻ്റെ കാലാവധി തീരുന്നതിന് ഏതാനും ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ കിട്ടാവുന്നത് മുഴുവൻ പരമാവധി ഊറ്റിയെടുക്കുക എന്നൊരു സമീപനത്തിൻ്റെ ഭാഗമായിട്ടാണ് കേരളത്തെ മദ്യത്തിൽ മുക്കിക്കൊല്ലാനുള്ള ഈ ഒരു പിണറായി വിജയൻ്റെ സർക്കാരിൻ്റെ ഈ ഒരു നീക്കം തികച്ചും ജനവിരുദ്ധമാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല.